തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഹ്ലാദപൂർവം ഘോഷിക്കുന്നു. ഈ പെരുന്നാൾ ദിനമോ അനുഗ്രഹീതം. ഇന്നാദ്യ ജാതം ചെയ്തു. ഈ ദിവസം മനുജന പരിത്യാജം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്മസ് ദിനം. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര രഹസ്യം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയേണ്ട ദിനം. നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആദ്യമായി നമുക്ക് 1ഉം 2ഉം വാക്യങ്ങൾ ധ്യാന വിഷയമാക്കാം. ഹെരോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ലൂക്കായാണ് വിശദമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് ശ്രവിക്കാം. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ സത്രത്തിലും സ്ഥലം കിട്ടിയില്ല. അവസാനം ആ ശിശുവിന് ജന്മം നൽകിയത് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. യേശു ജനിച്ചപ്പോൾ പരിശുദ്ധാമ്മ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പഴം തുണി കൊണ്ടല്ല പൊതിഞ്ഞത്. പിന്നെയോ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ രാജകുമാരന്മാരെ പുതപ്പിക്കുന്ന പട്ടുടുപ്പെന്ന് വിളിക്കാം അതിനെ, ഈ പിള്ളക്കച്ചയ്ക്ക്. അമ്മയ്ക്ക് ഈ ബെത്ലഹേമിലെ ഈ കാലിത്തൊഴുത്തിൽ എവിടെ നീ പിള്ളക്കച്ച കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അമ്മയ്ക്ക് പിള്ളക്കച്ച അവിടെ നിന്നൊന്നും കിട്ടിയതല്ല. അമ്മ തന്റെ ഉദരത്തിൽ ഉരുവായ ശിശു ദൈവപുത്രനാണ്, രാജകുമാരനാണ്, അവൻ രാജാധിരാജനാണ് എന്നമ്മ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. മാലാഖ അറിയിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ തൻ്റെ ശിശുവിനെ പുതപ്പിക്കുവാനുള്ള പിള്ളക്കച്ച നേരത്തെ തന്നെ കരുതി വെച്ചിരുന്നു. ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സമയം അടുത്തു എന്നതാണ് അമ്മയ്ക്കറിയാം. തീർച്ചയായും അമ്മ അത് കരുതിക്കൊണ്ട് തന്നെ പോയി എന്ന് വേണം നാം മനസ്സിലാക്കാൻ. സത്രത്തിൽ അവന് സ്ഥലം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, സത്രം വഴി പോക്കർക്ക് അന്തി ഉറങ്ങി കടന്നു പോകാനുള്ള ഇടമാണ്. യേശു സത്രത്തിൽ വന്ന് പിറന്ന് അന്തി ഉറങ്ങി കടന്നു പോകാനുള്ളവനല്ല. പിന്നെയോ അവൻ രാജാധിരാജനാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ രാജകുടുംബം പോലെയുള്ള സമ്പന്ന കുടുംബത്തിലെ കാലിത്തൊഴുത്താണ്. കാരണം സമ്പന്ന കുടുംബത്തിന് മാത്രമേ കാലിത്തൊഴുത്ത് സ്വയമായി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് ഈ കാലിത്തൊഴുത്ത്. അത് പുറംപോക്കില് ഒരു തൊഴുത്തുണ്ടാക്കി അവിടെയല്ല സുരക്ഷിതമായി സംരക്ഷിക്കുന്നത്, നടുത്തളങ്ങളില് എന്ന് പറയാം. യേശു ദരിദ്രവാസിയായി വന്ന് ജനിച്ചെന്ന് ധരിക്കരുത്. അവൻ മഹോന്നതനാണ്, രാജപുത്രനാണ്. രാജകുമാരനെ പോലെ അവനെ അമ്മ പരിചരിച്ചു. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം
1-2 വാക്യങ്ങളിലേക്ക് തിരിച്ചു വരാം. യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. യഹൂദർ തിരസ്കരിച്ച യഹൂദരുടെ രാജാവിനെ തിരക്കി യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ പൗരസ്ത്യ ദേശത്ത് നിന്ന് വിജാതീയ രാജാക്കന്മാർ എത്തുകയാണ്. ഇതു കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ഹെറോദേസ് രാജാവും അവനോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. കാരണം യഹൂദന്റെ രാജാവായി ഒരാൾ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഹെറോദേസിന്റെ രാജകീയ പദവിക്ക് എന്ത് സംഭവിക്കും? തങ്ങളുടെ പദവിയെ ഉദ്ദേശിച്ച് തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഉദ്ദേശിച്ചാണ് അവർ അസ്വസ്ഥരാകുന്നത്. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ജനിക്കും. മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. പ്രധാന പുരോഹിതരും നിയമജ്ഞരും മനസ്സിലാക്കിയിരുന്നു ബെത്ലഹേമിൽ ക്രിസ്തു ജനിക്കുമെന്ന്. പക്ഷേ പൗരസ്ത്യ ദേശത്ത് നിന്ന് വിജാതീയ രാജാക്കന്മാർ അന്വേഷിച്ചു വന്നപ്പോൾ യേശു എവിടെയാണ് ജനിച്ചതെന്ന് അവർക്ക് പറയാൻ അറിയില്ല. ഹെറോദേസ് പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ചോദിച്ചപ്പോൾ ബെത്ലഹേമിലാണ് അവൻ ജനിക്കുന്നതെന്ന് മിക്ക പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് വെച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. അവൻ്റെ കപടത യേശുവിനെ ആരാധിക്കാൻ പോകുവാനല്ല, യേശുവിനെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് എന്നെയും അറിയിക്കണമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ജെറുസലേമിൽ വസിക്കുന്ന ഹെറോദേസ് രാജാവിനും പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും തൊട്ടടുത്തുള്ള ബെത്ലഹേമിൽ യേശു ജനിച്ചിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അവർക്ക് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല, അവർ അന്വേഷിച്ചുമില്ല. പക്ഷേ ഈ പൗരസ്ത്യ ദേശത്ത് നിന്ന് യേശുവിൻ്റെ ജനനത്തിൻ്റെ അടയാളമായ നക്ഷത്രം കണ്ട് അവർ ഇറങ്ങിത്തിരിച്ചു. ദീർഘമായ ദൂരം യാത്ര ചെയ്ത് അവർ അവനെ അന്വേഷിച്ചെത്തുകയാണ്. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ നക്ഷത്രം അവരുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. അവർ ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ചപ്പോൾ വീണ്ടും കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ മരിയ ദർശനമാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു. അവർ ശിശുവിനെ കുമ്പിട്ടാരാധിക്കുക മാത്രമല്ല, നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും നീറായും കാഴ്ചയർപ്പിച്ചു. ഇവിടെ പൊന്നു സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രാജത്വം, കുന്തിരിക്കം യേശുവിൻ്റെ ദൈവത്വത്തെയും യേശുവിൻ്റെ പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്നു. മീറ സൂചിപ്പിക്കുന്നത്
അവൻ്റെ രക്ഷാകര സഹനം, സകല ജനത്തിനും വേണ്ടിയുള്ള അവിടുത്തെ രക്ഷാകര സഹനം അവർ വിശ്വസിച്ചേറ്റു പറഞ്ഞുകൊണ്ട് പൊന്നും കുന്തിരിക്കവും നീറായും കാഴ്ചവെച്ച് അവനെ കുമ്പിട്ട് ആരാധിച്ചു. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ഈ ജ്ഞാനികൾ യേശു ആരെന്ന് വ്യക്തമായി ഗ്രഹിച്ചു. പക്ഷെ സ്വന്തം ജനം അവനെ തിരിച്ചറിഞ്ഞില്ല. വിജാതീയർ വിദൂര ദിക്കുകളിൽ നിന്ന് അവനെ അന്വേഷിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് യേശുവാകുന്ന രഹസ്യത്തെ ഉൾക്കണ്ണ് തുറന്ന് കാണാൻ, ആത്മന ദർശിക്കാൻ ദൈവം കൃപ നൽകട്ടെ. അവൻ ഒരേ സമയം രാജാവും ദൈവവും പുരോഹിതനും സഹനദാസനുമാണ്. അവിടുത്തെ രക്ഷാകര സഹനം നമുക്ക് രക്ഷ നൽകുന്നു. 2:12 വാക്യത്തിൽ പറയുന്നത്, ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഹെറോദേസ് അവരോട് പറഞ്ഞയച്ചിരുന്നത്, നിങ്ങൾ പോയി കണ്ട് ആരാധിച്ചതിന് ശേഷം ഞാനും പോയി ആരാധിക്കേണ്ടതിന് വന്ന് ഞങ്ങളെ വിവരം അറിയിക്കണം. ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ജ്ഞാനികൾ വന്ന വഴിയെ അല്ല പോയത്. ഇത് നമുക്കൊരു സന്ദേശം വ്യക്തിപരമായി തരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഈ തിരുപ്പിറവി തിരുനാൾ ആഘോഷിക്കുന്ന നാം ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിത ശൈലി അല്ല അനുവർത്തിക്കേണ്ടത്. പുതിയ വഴിയെ യാത്ര ചെയ്യാൻ പരിശ്രമിക്കണം. യേശുവിനെ നാം അനുഗമിക്കാൻ, അവിടുന്ന് അവിടുത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച ആ വഴികൾ, ഈ ദിവ്യ ശിശുവിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച നാം ആ മഹത്വത്തിന് അനുയോജ്യരായി കൃപാപൂരിതരായി ജീവിക്കണം. യേശുവിനെ അനുഗമിക്കണം. അവൻ കാട്ടിത്തരുന്ന പുതിയ വഴികളിലൂടെ നവചൈതന്യത്തോടെ അവനെ അനുഗമിക്കണം. ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നവമായ മാർഗങ്ങൾ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടെത്തണം. ഇന്നലെ വരെ ജീവിച്ച വഴികൾ പോരാ. യേശുവിനെ മഹത്വപ്പെടുത്താൻ ഇന്ന് നമുക്ക് നവമായ വഴികൾ വേണം. ഈ തിരുപ്പിറവി തിരുനാൾ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ നവമായി പ്രതിഷ്ഠിക്കുന്നതിനും ക്രിസ്തു നമ്മിൽ നവമായി ജനിക്കുന്നതിനും നവചൈതന്യത്തോടെ അവിടുത്തെ അനുഗമിക്കുന്നതിനും നവചൈതന്യത്തോടെ തിരുഹിതം അനുവർത്തിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നതിനും അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. We wish you a Merry Christmas. We wish you